വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള PSC ബുള്ളറ്റിനിലെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ 2 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ 2 ചോദ്യങ്ങൾക്ക് ഈ ക്ലാസ് മുഴുവൻ കണ്ട് പഠിച്ച ശേഷം എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. അപ്പം എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി KG സനൽകുമാറിനെ നിയമിച്ചു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി KG സനൽകുമാറിനെ നിയമിച്ചു. അപ്പം നിലവിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ KG സനൽകുമാറാണ്. നിലവിലെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ KG സനൽകുമാർ. ഈ ഇലക്ഷൻ നടക്കുന്ന ടൈമിൽ ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണേ. പൊതു ഉടമസ്ഥതയിലുള്ള രാജ്യത്തെ ആദ്യ സൗരോർജ വൈദ്യുത ശേഖരണ പദ്ധതിയാണ് പെരിഞ്ഞനം. പൊതു ഉടമസ്ഥതയിലുള്ള രാജ്യത്തെ ആദ്യ സൗരോർജ വൈദ്യുത ശേഖരണ പദ്ധതിയാണ് പെരിഞ്ഞനം. ഇറാനെതിരെ അമേരിക്ക നടത്തുന്ന സൈനിക നടപടിയാണ് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി. ഇറാനെതിരെ അമേരിക്ക നടത്തുന്ന സൈനിക നടപടിയാണ് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി. USA-യും ഇസ്രയേലും സംയുക്തമായി ഇറാനെതിരെ നടത്തുന്ന സൈനിക നടപടിയാണ് ഓപ്പറേഷൻ സിംഹഗർജനം അഥവാ ഗർജിക്കുന്ന സിംഹം. ഓപ്പറേഷൻ ലയൺസ് റോർ ഓർ റോറിംഗ് ലയൺ. USA-യും ഇസ്രയേലും സംയുക്തമായി ഇറാനെതിരെ നടത്തുന്ന സൈനിക നടപടിയാണ് ഓപ്പറേഷൻ സിംഹഗർജനം അഥവാ ഗർജിക്കുന്ന സിംഹം. ഓപ്പറേഷൻ ലയൺസ് റോർ ഓർ റോറിംഗ് ലയൺ. ഇസ്രയേലിനും ഗൾഫ് രാജ്യങ്ങൾക്കുമെതിരെയുള്ള ഇറാന്റെ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4. ഇസ്രയേലിനും ഗൾഫ് രാജ്യങ്ങൾക്കും എതിരെയുള്ള ഇറാന്റെ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4. ഗൾഫിനെ ഇന്ത്യൻ മഹാസമുദ്രവുമായി ബന്ധിപ്പിക്കുന്നതും ഒമാൻ, UAE, ഇറാൻ എന്നീ രാജ്യങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നതുമായ ഹോർമുസ് കടലിടുക്ക് അടച്ച് ഇറാൻ. ഗൾഫിനെ ഇന്ത്യൻ മഹാസമുദ്രവുമായി ബന്ധിപ്പിക്കുന്നതും ഒമാൻ, UAE, ഇറാൻ എന്നീ രാജ്യങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നതുമായ ഹോർമുസ് കടലിടുക്ക് അടച്ച് ഇറാൻ. ഇതൊന്നുകൂടി വായിക്കാം. ഈ യുദ്ധമൊക്കെ നടക്കുന്ന ഒരു ടൈമിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. അപ്പം ഇറാനെതിരെ അമേരിക്ക നടത്തുന്ന സൈനിക നടപടിയാണ് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി. USA-യും ഇസ്രയേലും സംയുക്തമായി ഇറാനെതിരെ നടത്തുന്ന സൈനിക നടപടിയാണ് ഓപ്പറേഷൻ സിംഹഗർജനം ഓർ ഗർജിക്കുന്ന സിംഹം, അതായത് ഓപ്പറേഷൻ ലയൺസ് റോർ ഓർ റോറിംഗ് ലയൺ. ഇസ്രയേലിനും ഗൾഫ് രാജ്യങ്ങൾക്കുമെതിരെയുള്ള ഇറാന്റെ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4. ഗൾഫിനെ ഇന്ത്യൻ മഹാസമുദ്രവുമായി ബന്ധിപ്പിക്കുന്നതും ഒമാൻ, UAE, ഇറാൻ എന്നീ രാജ്യങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നതുമായ ഹോർമുസ് കടലിടുക്ക് അടച്ച് ഇറാൻ. ഗൾഫിനെ ഇന്ത്യൻ മഹാസമുദ്രവുമായി ബന്ധിപ്പിക്കുന്നതും ഒമാൻ, UAE, ഇറാൻ എന്നീ രാജ്യങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നതുമായ കടലിടുക്ക് ഏതാണ്? ഹോർമുസ് കടലിടുക്ക്. അത് അടച്ചു ഇറാൻ. മുജ്തബ ഖാംനയി ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇറാന്റെ പുതിയ പരമോന്നത നേതാവാരാണ്? മുജ്തബ ഖാംനയി ഇറാന്റെ പുതിയ പരമോന്നത
നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ ഇറാൻ്റെ പുതിയ പരമോന്നത നേതാവാണ് മുജ്തബ ഖാംന. അപൂർവ രോഗം ബാധിച്ചവർക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് കെയർ. അപൂർവ രോഗം ബാധിച്ചവർക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് കെയർ. സ്പൈസസ് ബോർഡ് വൈസ് ചെയർമാനായി ഷാജി രാഘവൻ നിയമിതനായി. സ്പൈസസ് ബോർഡ് വൈസ് ചെയർമാനായി ഷാജി രാഘവൻ നിയമിതനായി. അപ്പോൾ സ്പൈസസ് ബോർഡ് വൈസ് ചെയർമാൻ ആരാണ് നിലവിൽ? ഷാജി രാഘവൻ. റോബ് ജെറ്റൻ നെതർലാൻഡ്സ് പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. റോബ് ജെറ്റൻ നെതർലാൻഡ്സ് പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ നെതർലാൻഡ്സിൻ്റെ പ്രധാനമന്ത്രി ആരാണ് നിലവിൽ? റോബ് ജെറ്റൻ. നെതർലാൻഡ്സ് പ്രധാനമന്ത്രി റോബ് ജെറ്റൻ. നീതി ആയോഗിൻ്റെ ഇടക്കാല CEO ആയി നിധി ഛിബർ നിയമിതയായി. നീതി ആയോഗിൻ്റെ ഇടക്കാല CEO ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് നിധി ഛിബർ നിയമിതയായി. അപ്പോൾ നിലവിൽ നീതി ആയോഗിൻ്റെ CEO ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? നിധി ഛിബർ ആണേ. 2026 50 വർഷം പൂർത്തിയാക്കി ഇടുക്കി അണക്കെട്ട്. 2026 50 വർഷം പൂർത്തിയാക്കി ഇടുക്കി അണക്കെട്ട്. അപ്പോൾ 2026 50 വർഷം പൂർത്തിയാക്കിയ അണക്കെട്ട് ഏതാണെന്നായിരിക്കും ചോദ്യം. അപ്പോൾ 2026 50 വർഷം പൂർത്തിയാക്കിയ അണക്കെട്ട് ഏതാണ്? ഇടുക്കി അണക്കെട്ട്. ദീപക് ഗുപ്ത ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഗെയിലിൻ്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായി. ഇപ്പോൾ ഗ്യാസിൻ്റെയൊക്കെ ക്ഷാമമുള്ള സമയമല്ലേ, ഗ്യാസൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സമയമായതുകൊണ്ട് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പം ദീപക് ഗുപ്ത ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഗെയിലിൻ്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായി. ഓക്കെ, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പുതിയ ഗവർണർമാരെല്ലാം ചില സംസ്ഥാനങ്ങളിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കാം. പുതിയ ഗവർണർമാർ സംസ്ഥാനം: ഡോക്ടർ RN രവി പശ്ചിമ ബംഗാൾ, ലഫ്റ്റനന്റ് ജനറൽ റിട്ടയർഡ് സയ്യിദ് അതാ ഹസൈന ബീഹാർ. ലഫ്റ്റനന്റ് ജനറൽ റിട്ടയർഡ് സയ്യിദ് അതാ ഹസൈന ബീഹാർ. ശിവപ്രതാപ് ശുക്ല തെലങ്കാന, ജിഷ്ണുദേവ് വർമ്മ മഹാരാഷ്ട്ര, നന്ദകിഷോർ യാദവ് നാഗാലാൻഡ്, കവിന്ദർ ഗുപ്ത ഹിമാചൽ പ്രദേശ്, ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്സേന ലഡാക്ക്, ലഫ്റ്റനന്റ് ഗവർണർ തരൺജിത് സിംഗ് സന്ധു ഡൽഹി, ലഫ്റ്റനന്റ് ഗവർണർ. അപ്പോൾ പുതിയ ഗവർണർമാരെ സംസ്ഥാനം നോക്കാവേ എങ്ങനെയാണ്. പശ്ചിമ ബംഗാളിൻ്റെ പുതിയ ഗവർണർ ഡോക്ടർ RN രവി, ബീഹാറിൻ്റെ പുതിയ ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ റിട്ടയർഡ് സയ്യിദ് അതാ ഹസൈന, തെലങ്കാന ഗവർണർ ശിവപ്രതാപ് ശുക്ല, മഹാരാഷ്ട്ര ഗവർണർ ജിഷ്ണുദേവ് വർമ്മ, നാഗാലാൻഡ് നന്ദകിഷോർ യാദവ്, ഹിമാചൽ പ്രദേശ് ഗവർണർ കവിന്ദർ ഗുപ്ത, ലഡാക്ക് ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്സേന, ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ തരൺജിത് സിംഗ് സന്ധു. ഗവർണർമാരെല്ലാം ഓർത്ത് വയ്ക്കുക കേട്ടോ. അറ്റ്ലീസ്റ്റ് നിങ്ങൾ പുതിയ ഈ ഗവർണർമാരുടെ പേരെങ്കിലും ഓർത്ത് വയ്ക്കുക. ഇതായിരിക്കും ചോദിക്കാൻ കൂടുതൽ സാധ്യത പരീക്ഷയ്ക്ക്, കാരണം പുതിയതായിട്ടായതുകൊണ്ട്. കേരളത്തിലെ നിലവിലെ ഗവർണർ ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. അത് മറന്നു പോകരുതേ. കേരളത്തിലെ നിലവിലെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഓക്കെ, ഇതിൻ്റെയൊക്കെ നോട്ട്സ്, ഈ പുതിയ ഗവർണർമാരുടെയൊക്കെ നോട്ട്സ് ഞാൻ ടെലഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കി പഠിച്ചാൽ മതിയേ. ഓക്കെ, അതും കൂടെ നോക്കി വെച്ചു, കാരണം അത് ടെലഗ്രാം ചാനലിലാകുമ്പോൾ നിങ്ങൾക്കത് സ്വന്തമായിട്ട് സേവ് ചെയ്ത് വെക്കാമല്ലോ. ഓക്കെ,
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സ് എല്ലാം ടെലഗ്രാം ചാനലിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ടെലഗ്രാം ചാനലിൽ ക്വസ്റ്റ്യൻസ് പോൾസ് ആയിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ടെലഗ്രാം ചാനലിൽ എല്ലാവരും ജോയിൻ ചെയ്യുക കേട്ടോ. വംശനാശ ഭീഷണി നേരിടുന്ന നീലക്കുറുക്കനെ ബ്ലൂമോർഫ് ഐസ്ലാൻഡിൽ കണ്ടെത്തി. മലയാളി ഫോട്ടോഗ്രാഫറായ ഹരികുമാർ. വംശനാശ ഭീഷണി നേരിടുന്ന ധ്രുവക്കുറുക്കൻ, അതായത് നീലക്കുറുക്കൻ ബ്ലൂമോർഫിനെ ഐസ്ലാൻഡിൽ കണ്ടെത്തി. മലയാളി ഫോട്ടോഗ്രാഫറായ ഹരികുമാർ. കേരളത്തിലെ ഏറ്റവും വലിയ ഇരട്ട തുരങ്കപാതയാണ് കോഴിക്കോട് വയനാട് തുരങ്കപാത. കേരളത്തിലെ ഏറ്റവും വലിയ ഇരട്ട തുരങ്കപാത എവിടെയാണ്? ഏതാണ്? കോഴിക്കോട് വയനാട് തുരങ്കപാത. (2026) 10ാമത് T20 ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം ഇന്ത്യക്ക്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ ന്യൂസിലാൻഡിനെ 96 റൺസിന് തകർത്താണ് ഇന്ത്യ ചാമ്പ്യന്മാരായത്. 2026 10ാമത് T20 ലോകകപ്പ് കിരീടം ഇന്ത്യക്കാണ്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ ന്യൂസിലാൻഡിനെ 96 റൺസിന് തകർത്താണ് ഇന്ത്യ ലോക ചാമ്പ്യന്മാരായത്. T20 ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ ഒരു എഡിഷനിൽ ഏറ്റവും കൂടുതൽ സിക്സർ, അതായത് 24 സിക്സ് റെക്കോർഡ് സ്വന്തം പേരിലാക്കി മലയാളിയായ സഞ്ജു സാംസൺ. അപ്പം T20 ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ ഒരു എഡിഷനിൽ ഏറ്റവും കൂടുതൽ സിക്സർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? നമ്മുടെ മലയാളിയായ സഞ്ജു സാംസൺ. T20 ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ ചരിത്രത്തിലെ വേഗമേറിയ സെഞ്ചുറി എന്ന റെക്കോർഡ് സ്വന്തമാക്കി ന്യൂസിലാൻഡ് ബാറ്റർ ഫിൻ അലൻ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 33 പന്തിലാണ് ഫിന്ന് സെഞ്ചുറി നേടിയത്. T20 ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ ചരിത്രത്തിലെ വേഗമേറിയ സെഞ്ചുറി എന്ന റെക്കോർഡ് സ്വന്തമാക്കി ന്യൂസിലാൻഡ് ബാറ്റർ ഫിൻ അലൻ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 33 പന്തിലാണ് ഫിന്ന് സെഞ്ചുറി നേടിയത്. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം ജമ്മു കാശ്മീരിന് കേട്ടോ. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം ആർക്കാണ്? ജമ്മു കാശ്മീരിനാണ് കേട്ടോ. ഫൈനലിൽ കർണാടകയ്ക്കെതിരെ നേടിയ 1ാം ഇന്നിംഗ്സ് ലീഡിൻ്റെ ബലത്തിലാണ് ജമ്മു കാശ്മീർ ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. അപ്പം ഇത്തവണത്തെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയിരിക്കുന്നത് ജമ്മു കാശ്മീരാണ്. രഞ്ജി ട്രോഫി 2020 ലോകകപ്പൊക്കെ മിക്ക പരീക്ഷകളിലും ചോദിക്കുന്നതാണ്. 2020 ലോകകപ്പൊക്കെ നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലേ? വേൾഡ് കപ്പ് 2020 ഒക്കെ. കായിക രംഗത്തെ വിഖ്യാത പുരസ്കാരമായ ലോറസിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം. കായിക രംഗത്തെ വിഖ്യാത പുരസ്കാരമായ ലോറസിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം. സച്ചിൻ ടെണ്ടുൽക്കർ ഐക്യരാഷ്ട്രസഭയുടെ ഗ്ലോബൽ ചാമ്പ്യൻ ഫോർ ദി റോഡ് സേഫ്റ്റി ആയി നിയോഗിക്കപ്പെട്ടു. സച്ചിൻ ടെണ്ടുൽക്കർ ഐക്യരാഷ്ട്രസഭയുടെ ഗ്ലോബൽ ചാമ്പ്യൻ ഫോർ റോഡ് സേഫ്റ്റി ആയി നിയോഗിക്കപ്പെട്ടു. ഛത്തീസ്ഗഡ് ആണ് പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന് വേദിയാകുന്നത്. അപ്പോൾ പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന് വേദിയാകുന്നത് ഛത്തീസ്ഗഡ് ആണ് പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന് വേദിയാകുന്നത്. കേരളത്തിലെ ആദ്യ ഉഡാൻ യാത്രി കഫേ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിലവിൽ വന്നു. ഭിന്നശേഷിക്കാർക്കും ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ രക്ഷിതാക്കൾക്കും തൊഴിൽ നൽകാൻ സംസ്ഥാനത്ത് ആരംഭിക്കുന്ന പദ്ധതിയാണ് ഏബിൾ പോയിന്റ് പദ്ധതി. ഇതിൻ്റെ ആദ്യ ഔട്ട്ലെറ്റ് എറണാകുളത്തെ കാക്കനാട് ആരംഭിക്കുന്നു. കുട്ടികളിലെ ഹൃദയ ശസ്ത്രക്രിയയ്ക്കുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ഹൃദ്യം. കേരളത്തിലെ ആദ്യ റൂറൽ ജില്ലാ ജയിൽ വടകരയിൽ, അതായത് കോഴിക്കോടിൽ നിലവിൽ വരുന്നു. തിരുവനന്തപുരത്താണ് കേരള ജീനോം ഡേറ്റാ സെൻറ്റർ നിലവിൽ വന്നത്. അപ്പോൾ ഒന്നുകൂടി വായിക്കാം. കേരളത്തിലെ ആദ്യത്തെ ഉഡാൻ യാത്രി കഫേ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിലവിൽ വന്നു. ഭിന്നശേഷിക്കാർക്കും ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ രക്ഷിതാക്കൾക്കും തൊഴിൽ നൽകാൻ സംസ്ഥാനത്ത് ആരംഭിക്കുന്ന പദ്ധതിയാണ് ഏബിൾ പോയിന്റ് പദ്ധതി. ഇതിൻ്റെ ആദ്യ ഔട്ട്ലെറ്റ്
എറണാകുളത്തെ കാക്കനാട് ആരംഭിക്കുന്നു. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഭിന്നശേഷിക്കാർക്കും ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ രക്ഷിതാക്കൾക്കും തൊഴിൽ നൽകാനായിട്ട് സംസ്ഥാനത്ത് ആരംഭിക്കുന്ന പദ്ധതിയാണ് ഏബിൾ പോയിന്റ് പദ്ധതി. ഇതിൻ്റെ ആദ്യ ഔട്ട്ലെറ്റ് എറണാകുളത്തെ കാക്കനാട് ആരംഭിക്കാൻ പോവുക. കുട്ടികളിലെ ഹൃദയ ശസ്ത്രക്രിയയ്ക്കുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ഹൃദ്യം. കുട്ടികളിലെ ഹൃദയ ശസ്ത്രക്രിയയ്ക്കുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ഹൃദ്യം. കേരളത്തിലെ ആദ്യ റൂറൽ ജില്ലാ ജയിൽ വടകരയിൽ നിലവിൽ വരുന്നു. വടകര കോഴിക്കോട് ജില്ലയിൽ. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ റൂറൽ ജില്ലാ ജയിൽ വടകരയിൽ, അതായത് കോഴിക്കോട് ജില്ലയിൽ നിലവിൽ വരുന്നു. തിരുവനന്തപുരത്താണ് കേരള ജീനോം ഡേറ്റാ സെൻറ്റർ നിലവിൽ വരുന്നത്. തിരുവനന്തപുരത്താണ് കേരള ജീനോം ഡേറ്റാ സെൻറ്റർ നിലവിൽ വന്നത്. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമീനി വധിക്കപ്പെട്ടു. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമീനി വധിക്കപ്പെട്ടു. ഈയിടെ നടന്ന യുദ്ധത്തിൽ മരിച്ചതായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? ഈ അയത്തുള്ള അലി ഖമീനി വധിക്കപ്പെട്ടു. പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നല്ലോ, നിങ്ങളെല്ലാവരും കണ്ടു കാണുമായിരിക്കുമല്ലോ. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമീനി വധിക്കപ്പെട്ടു. അപ്പം എന്താണ് അത് കഴിഞ്ഞ് ഇപ്പോൾ പുതിയതായിട്ട് എന്താ നമ്മൾ മുമ്പേ വായിച്ചതാണല്ലോ, എന്താണ് ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? മുജ്തബ ഖാംനെയി. ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഇദ്ദേഹം മുജ്തബ ഖാംനെയി. അപ്പോൾ ഈ യുദ്ധത്തിൽ മരിച്ചതാരാണ്? വധിക്കപ്പെട്ടത് ആരാണ്? ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖമീനി വധിക്കപ്പെട്ടു. പുതിയ ഇറാന്റെ പരമോന്നത നേതാവാണ് മുജ്തബ ഖാംനെയി. അപ്പോൾ വധിക്കപ്പെട്ട ആളുടെയും പുതിയ ആളുടെയും പേര് നോട്ട് ചെയ്തോണേ. ഓക്കെ. മുൻ കേന്ദ്രമന്ത്രി KP ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു. പ്രമുഖ ചരിത്രകാരനും കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലറുമായ ഡോക്ടർ KN പണിക്കർ അന്തരിച്ചു. പ്രമുഖ ചരിത്രകാരനും കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലറുമായ ഡോക്ടർ KN പണിക്കർ അന്തരിച്ചു. വിഖ്യാത പോർച്ചുഗീസ് എഴുത്തുകാരൻ ആന്റോണിയോ ലോബു ആൻഡ്യൂൺസ് അന്തരിച്ചു. ആന്റണിയൂസ് അന്തരിച്ചു. ഓക്കെ. അപ്പോൾ എല്ലാവരും ഇനിയുള്ള PSC എക്സാമുകൾക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ കമൻറ്റ് ബോക്സിലുള്ള 2 ചോദ്യങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.